വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് ഏപ്രിൽ മാസം 2-ാം തീയതി 1199 ആണ്ട് മീനമാസം 20-ാം തീയതിയാണ്. മീനച്ചൂടുണ്ട്, പക്ഷേ മീനച്ചൂടിനും അപ്പുറത്തേക്ക് നല്ല കാഴ്ചകളുടെ സൗന്ദര്യവും കുളിരുമുണ്ട്. ഇതിങ്ങനെ പോകുമ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ ഒരു കാറ്റുണ്ട് കേട്ടോ. അഷ്ടമുടിക്കായലിലെ കാറ്റും പിന്നെ നമ്മുടെ ആ മീനും പിന്നെ അതിനെക്കുറിച്ചുള്ള വർണ്ണനയും എന്തു വേണം. ജീവിതം ധന്യമായി. എന്താ പേര് ചേട്ടാ? എൻ്റെ പേര് മെൽവിൻ എന്നാണ്. മെൽവിൻ. മാധവൻ ചേട്ടൻ നല്ല പാട്ട് പാടുമെന്ന് പറയാം. മാധവൻ ചേട്ടൻ ഇവിടെ ബോട്ട് ഡ്രൈവറാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നെങ്കിൽ തൊട്ടാൽ ഒരു കലാകാരനുണ്ട്, ഒന്നെങ്കിൽ ഒരു കവിത, അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ, ഇല്ലെങ്കിൽ ഒരു നാടകക്കാരൻ, ഇല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം. വളരെ സമ്പന്നമാണ് കലാകാരന്മാരെ കൊണ്ട്. മത്സ്യസമ്പത്ത് പോലെ കലാകാരന്മാരും സമ്പന്നമായ അഷ്ടമുടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ഈ പരിപാടി പുറത്തും വരണം. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ പ്രോഗ്രാം. തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വരും. ഔട്ട്ഡോറാണ് നമ്മളുടെ ഒരു രീതി. അതുകൊണ്ട് ആൾക്കാരെ കാണുക, സംസാരിക്കുക, വർത്താനം പറയുക, നല്ല ഭക്ഷണം, രുചി, സന്തോഷം. ആകെ കുറച്ച് കാലമല്ലേ ജീവിക്കൂ. ഈ കെട്ടിടത്തിനകത്ത് ഒളിച്ചിരുന്നിട്ട് എന്ത് കാര്യം. അപ്പോൾ മാധവൻ ചേട്ടൻ ഒരു പാട്ട്. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെങ്കാറ്റു വീശണല്ലോ, ചെമ്മാനം പൂക്കണല്ലോ. ചെങ്കാറ്റു വീശണല്ലോ, ചെമ്മാനം പൂക്കണല്ലോ. വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി ലലലലല സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചേട്ടാ, ആ വെള്ളാമ്പൽ പൂവ് കൊടുത്തോ? ചേട്ടാ ഇപ്പൊ എത്ര കാലമായിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. അല്ല DTPC-ലായിരുന്നു. ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ എല്ലാ ദിവസവും കാണാൻ പറ്റും. യാത്രക്കാരൊക്കെ ഉണ്ടോ? യാത്രക്കാരുണ്ട്. അവധി ദിവസങ്ങളാണ് കൂടുതൽ. അവധി ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് മെൽവിൻ ആണ്. എന്താ ചെയ്യുന്നത്? ഞാൻ സാമ്പ്രാണിക്കോടി ഐലൻഡ് ബോട്ട് ക്ലബ് സെക്രട്ടറി. എന്തോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് 44 ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഇപ്പൊ 150 രൂപ ടിക്കറ്റ് DTPC മേടിക്കുന്നുണ്ട്. എത്ര ദൂരം കൊണ്ടു? 150 രൂപയ്ക്ക് വാങ്ങിയാൽ അവിടുന്ന് എടുത്ത് ഗസ്റ്റിനോടെ കൊണ്ടുവന്ന് 1 മണിക്കൂർ ഇവിടെ നിർത്തി തിരിച്ചു കൊണ്ടുപോകും. 150. ഇതിന് മുമ്പ് ഞങ്ങൾ ക്ലബ്ബ് നടത്തിയപ്പോൾ 100 രൂപ ആയിരുന്നു. 150 രൂപ അന്ന് MLA ഒറ്റ നിർബന്ധമായിരുന്നു 150 ആക്കണമെന്ന് പറഞ്ഞു. അതിനകത്ത് 18% GSTയും 25% കമ്മീഷനും മേടിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഇവിടെ കൂടുതൽ വികസനം വരും. 1 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും വികസനം വന്നോ? പറയട്ടെ, അതല്ലേ സാറേ, 1 രൂപയുടെ വികസനം പോലും ഈ സാമ്പ്രാണിക്കോടിയിൽ നടത്തിയിട്ടില്ല MLA. 1 കോടി രൂപ അനുവദിച്ചെന്ന് പറയാല്ലാതെ ഇപ്പൊ 1748 കോടിക്കകത്തായിരിക്കും 1 കോടി കാണുന്നത്. പക്ഷെ 1 രൂപയുടെ വികസനം പോലും വന്നിട്ടില്ല. MLA-യുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി. രണ്ടാമത് 25% DTPC. ഞങ്ങൾ ബോട്ട് ഓടിക്കുന്ന എല്ലാവരും ലോൺ എടുത്താണ് ബോട്ടുകൾ മേടിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വെറും തുച്ഛമായ പൈസയാണ്. കൂടുതൽ പൈസ അതുകൊണ്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്നില്ല സാറേ. മെൽവിൻ ചേട്ടൻ പറഞ്ഞൊരു വിഷയമുണ്ട്, നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം അല്ലേ? സാമ്പ്രാണിക്കുടി ഐലൻഡ് ഉണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രൂപാന്തരപ്പെട്ടു വന്നതാണ്. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ സാമ്പ്രാണിക്കുടി ഐലൻഡ് എന്ന് പറയുന്നത്. സാമ്പ്രാണിക്കോടി ഐലൻഡ് ടൂറിസത്തിൽ ഞാനാണ് പ്രൊമോട്ട് ചെയ്തെടുത്തത്. 2018 നവംബർ മാസം 30-ആം തീയതിയാണ് MLA മുകേഷ് ഉദ്ഘാടനം ചെയ്ത്. ആ സമയത്ത് ഞാൻ ഒരു വള്ളവുമായിട്ട് മാത്രമാണ് ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ടൂറിസം നടത്തുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു വിമർശനമുണ്ട്. ആ വിമർശനം MLA ഉൾക്കൊള്ളുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാണിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു, വേണ്ടപ്പെട്ടവർ ഇത് കേൾക്കട്ടെ. പക്ഷേ പ്രേക്ഷകർ കാണാനിരിക്കുന്നത് ഇതിന്റെ മനോഹാരിതയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും കാലം വന്നിട്ടുണ്ടല്ലോ മാധവൻ ചേട്ടാ, ഇത് എന്തൊരു സ്ഥലമാണ്. ഇത് ഗംഭീര സ്ഥലമാണല്ലോ. ഈ കാണുന്ന കാഴ്ച തന്നെ നോക്കുക. കേരളത്തിലെ ഏറ്റവും ആഴംകൂടിയ കായലിന്റെ മധ്യഭാഗത്ത് ആഴംകൂടിയ കായലിന്റെ മധ്യഭാഗത്ത് അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തപ്പോൾ ആ ഫസ്റ്റ് ഇത് കൊടുത്തത്. മാത്രമേ നടന്നു പോകാം. ജീവനുള്ള ശംഖുകൾ, കക്കകൾ എല്ലാം നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. ഫിഷ്, നല്ല നല്ല മീനുകൾ. അപ്പൊ നോക്കൂ, നമ്മൾ 1 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങി നിന്ന് കളിക്കാം. 1 വയസ്സുള്ള കുഞ്ഞിന് ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു കായൽ. 1 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങി നമ്മൾ പൊളിക്കും കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, നമ്മൾ ഇനി ആ കാഴ്ചയിലേക്കാണ്
ാണ് പോകുന്നത്. നമ്മൾ സാമ്പ്രാണിക്കോടിയിലെത്തി. ഇനി സാമ്പ്രാണിക്കോടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടേക്ക് നടന്നിറങ്ങാൻ പോവാണ്. നടന്നിറങ്ങി നമ്മൾ ഇതിലൂടെ നടന്നു പോകും. അക്ഷരാർത്ഥത്തിൽ നമ്മൾ കായലിൻ്റെ നടുക്ക് നടക്കാൻ പോകട്ടോ. നിങ്ങൾ സാമ്പ്രാണിക്കോടിയുടെ വിഷ്വൽസും വീഡിയോ ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ, ആ ആഴം കൂടിയ കായലിൽ നിങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ നടുമധ്യത്തിലാണ് ഈ ഐലൻഡ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഐലൻഡിലേക്കാണ് നമ്മുടെ യാത്ര. കണ്ടൽക്കാടുകളുണ്ട്, മലിനമാക്കാതെ ആയിരിക്കും നമ്മുടെ യാത്ര. പാദസ്പർശം കൊണ്ടുപോലും നമ്മൾ അഴുക്കാക്കരുത്. അവിടെ ചെരുപ്പൊക്കെ നമ്മൾ അഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. 5 കണ്ടൽ ചെടികളാണ് ഉള്ളത്. 5 അതായത് ഉപ്പൂട്ടിക്കണ്ടൽ, ചെറുപ്പട്ടിക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ, നക്ഷത്ര കണ്ടൽ. ഈ 5 കണ്ടലാണ് ഇപ്പൊ ഇവിടെ ഐലൻഡിലുള്ളത്. ഈ ഭ്രാന്തൻ കണ്ടലായിരിക്കും അതിനകത്ത് ഒറിജിനൽ കണ്ടൽ. അതെ, അതാണ് അവൻ തടച്ചു വളരും. സുനാമി പോലുള്ള ഇതെല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരു കണ്ടലാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. നമ്മൾ ഈ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം വാർത്ത മിസ് ചെയ്യുന്നില്ല ഇപ്പോൾ.